കനത്ത മഴയിലും മലവെള്ളപ്പാച്ചിലിലും വെസ്റ്റ് എളേരി പെരിങ്ങോം-വയക്കര പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചിരുന്ന ചെമ്മരംകയം തൂക്കുപാലം പൂർണ്ണമായും തകർന്നു. 3 പതിറ്റാണ്ടിലേറെയായി ചെമ്മരംകയം ഗ്രാമത്തിന്റെ പ്രധാന യാത്രാമാർഗമായിരുന്ന പാലത്തിന്റെ തകർച്ച പ്രദേശവാസികളെ കടുത്ത ദുരിതത്തിലാക്കുന്നുണ്ട്. തേജസ്വിനി പുഴയ്ക്ക് കുറുകെയുള്ള ഏകദേശം 60 മീറ്ററിലേറെ നീളമുള്ള തൂക്കുപാലം പുഴയുടെ ഇരുകരകളായ ചെമ്മരംകയത്തും മുണ്ടർക്കാനത്തും സ്ഥാപിച്ച കോൺക്രീറ്റ് തൂണുകളിലാണ് ഉറപ്പിച്ചിരുന്നത്. എന്നാൽ ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ ഇരുകരകളിലെയും തൂണുകൾ പുഴയിലേക്ക് പതിച്ചതോടെ പാലം പൂർണ്ണമായും തകർന്നു. പാലത്തെ താങ്ങി നിർത്തിയിരുന്ന സ്റ്റീൽ റോപ്പുകളും പാലത്തിന്റെ അവശിഷ്ടങ്ങളും പുഴയിൽ വീണുകിടക്കുകയാണ്. ചെമ്മരംകയം നിവാസികൾ ദിവസേനയുള്ള ആവശ്യങ്ങൾക്കായി പാടിയോട്ടുചാൽ, പൊന്നമ്പാറ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് എത്തിച്ചേരുന്ന പ്രധാന യാത്രാമാർഗമായിരുന്നു ഈ പാലം. ഇരുചക്രവാഹനങ്ങൾക്കും പാലത്തിലൂടെ കടന്നുപോകാൻ അനുമതിയുണ്ടായിരുന്നുവെങ്കിലും സുരക്ഷാ കാരണങ്ങളാൽ പിന്നീട് വാഹനഗതാഗതം നിരോധിക്കുകയായിരുന്നു. പാലം തകർന്നതോടെ പ്രദേശവാസികൾക്ക് ഇനി കമ്പല്ലൂർ, കാക്കടവ് ഭാഗങ്ങളിലൂടെ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയാണ്. കമ്പല്ലൂർ ഭാഗത്തേക്കുള്ള വനപാത ദുർഘടമായതിനാൽ യാത്ര കൂടുതൽ പ്രയാസകരമാണെന്നും നാട്ടുകാർ പറയുന്നു. ഇത് ജില്ലാ പഞ്ചായത്തിന്റെ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ വകയായിരുന്നു. അന്ന് ഇതിലെ അക്കരയ്ക്കര വഴിയും സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ പാടിച്ചാലുമായിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ ബന്ധം. ആൾക്കാർ, കുട്ടികൾ വയക്കര സ്കൂളിലും മറ്റൊക്കെ പഠിച്ചുകൊണ്ടിരുന്നു. അവിടെ പോകാൻ വേണ്ടിയായിരുന്നു അന്ന് പ്രധാനമായിട്ട് ഉണ്ടാക്കിയത്. ഇപ്പം അന്ന് റോഡെല്ലാം താറിങ്ങായിട്ട് ഇത്രയെങ്കിലും വന്നത്. ആ ഫോറസ്റ്റ് റോഡും കൂടെ ഒന്ന് നേരെയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ദ്വീപിൽപ്പെട്ട പോലെ ആയിപ്പോയിരുന്നു. എത്ര ജനങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട് പാലമില്ലാത്ത. ചെമ്മരംകയത്ത് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കാനുള്ള പദ്ധതി ആരംഭിച്ചുവെങ്കിലും പാതിവഴിയിൽ നിലച്ചിരിക്കുകയാണ്. തൂക്കുപാലം തകർന്നതോടെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.